മഹാഗുരുശരണം. ഇന്ന് ഏപ്രിൽ 16 ബുധനാഴ്ച, അനിഴം നക്ഷത്ര ദിവസം. എൻ്റെ ഉപാസന, ക്ഷേത്ര ദർശനം എന്നിവയ്ക്ക് ശേഷം എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. നമ്മൾ പല ദേശക്കാരാണ്, പല ജാതികളാണ്, പല മതങ്ങളാണ്, പല പ്രായമാണ്, പല ലിംഗമാണ്, പുരുഷനാകാം സ്ത്രീയാകാം. പക്ഷേ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെയൊക്കെയാണ്. അവർ അനുഭവിക്കുന്ന ആരോഗ്യപരമാകട്ടെ, മനസ്സുമാകട്ടെ, കുടുംബപരമാകട്ടെ, അല്ലെങ്കിൽ ധനപരമാകട്ടെ, എല്ലാം പ്രശ്നങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. എല്ലാവർക്കും ഒരുപോലെയാണ്. ഒരു ജാതിക്ക് ഇന്ന പ്രശ്നം, അല്ലെങ്കിൽ ഒരു മതത്തിന് ഇന്ന പ്രശ്നം എന്നുള്ളതില്ല. അപ്പോൾ ഇതിനൊരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഓരോരുത്തരും ജനിക്കുന്ന നക്ഷത്രമാണ്. അപ്പോൾ ചിലർക്ക് നക്ഷത്രം അറിയില്ല. ചിലർ പറയും ഞങ്ങൾക്ക് നക്ഷത്രം അറിയില്ല, ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം അറിയാം, അത് ടൈം ഓഫ് ബർത്ത് പോലും അറിയില്ല. അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സൂചനകൾ കിട്ടി. അതുകൂടാണ്ട് എനിക്ക് വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ നക്ഷത്രം എനിക്ക് എന്താണെന്നറിയില്ല. ഇതിനു മുമ്പ് ജാതകം കണ്ടിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗ്രഹം നല്ല നക്ഷത്രം പറഞ്ഞയച്ചു. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ സൂചനകളാണെന്ന് തോന്നി. ഇത് ഇന്നലെ തന്നെ തോന്നിയതാണ്. അപ്പോൾ ഇനി മുതൽ നക്ഷത്രത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഓരോ ദിവസത്തെ നക്ഷത്രം ഓർത്താൽ, അതും കൂടി പ്രശ്നം അറിയാം, ഓർത്താൽ അത് ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂടി സങ്കല്പം നൽകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ എൻ്റെ ഇൻഡ്യൂഷൻ്റെ ആദ്യത്തേത് ഡ്യൂട്ടി, ഈ അനിഴം നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും അവർക്ക് എല്ലാ ഗ്രഹങ്ങളും, എല്ലാ നക്ഷത്രങ്ങളും, എല്ലാ കാലങ്ങളും അനുകൂലമാകട്ടെ എന്ന് സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് അനിഴം നക്ഷത്രം, ഞങ്ങളുടെ കുടുംബത്തിലെ നാഗരാജ ഒരു കാവുണ്ട്. കാവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാവൊന്നുമില്ല, ഒരു പീഠത്തിൽ നാഗരാജാനെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുനഃപ്രതിഷ്ഠാ ദിനമാണിന്ന്. അപ്പോൾ അത് ആ നാഗരാജാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. അപ്പോൾ അവിടെ പോകേണ്ടിയിരുന്നതാണ്, പക്ഷേ ചെറിയതായിട്ടൊരു ജലദോഷത്തിൻ്റെ ഒരു ലക്ഷണം കാണുന്നതുകൊണ്ടാണ് പോകാത്തത്, തുമ്മലൊക്കെ ഉള്ളതുകൊണ്ട്. ഇന്നലെ വരെയും കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ 10 മണിയായില്ലേ കുളിച്ചപ്പോൾ, ചൂടുവെള്ളത്തിലാണ് കുളിച്ചത്. പോയി വന്നു കഴിഞ്ഞാൽ ചൂടുവെള്ളം, അത് കല്ലുപ്പിട്ടിട്ടാണ് കുളിക്കണത്. സാധാരണ പുറത്ത് പോയി ബ്ലെസ്സിങ് കഴിഞ്ഞ് വന്നാൽ എന്തായാലും കല്ലുപ്പിട്ടാണ് കുളിക്കണത്. അതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ പോയടുത്ത് എൻ്റെ സുഹൃത്തിൻ്റെ മാതാവ് അവിടെ ഒന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ശ്രമം നടത്തി. അപ്പോൾ ഇത് എഫക്റ്റ് ആകുന്നത് നമ്മുടെ ഓറയെയാണ്. ഓറയെ എഫക്റ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു റിഫ്ലക്ഷൻ ശരീരത്തുണ്ടാവും. അതിൻ്റെ വാങ്ങലാണ് ഈ ജലദോഷം. അപ്പോൾ ഞാനത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് യാത്രകളൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. പല ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, പല ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ആകുന്നവരോടൊക്കെ സംസാരിക്കുന്നു. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഇന്ന് ചേച്ചി രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ കണ്ണനും സാറും കൂടി പറ്റിക്കുകയാണ്, എല്ലാവർക്കും വിവിധ അനുഭവങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ചേച്ചി മെസ്സേജ്, അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് സാധാരണ മനുഷ്യനാണ്. ഞാൻ പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ട് പറയും, സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയത്, ഇന്ന് ചേച്ചീനെ ബ്ലസ് ചെയ്തതിന് ശേഷം വീഡിയോ ഇട്ടാൽ മതി എന്നാണ്. രാവിലെ എഴുന്നേറ്റ് ഇത് നോക്കുമ്പോൾ കണ്ടത് ആ ഒരു മെസ്സേജാണ്. പിന്നെ സാധാരണ രാവിലെ എഴുന്നേച്ചാൽ ഞാൻ മൊബൈൽ കൈ വയ്ക്കാറില്ല. ഇന്ന് കൈ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 6:30 മുമ്പ്, രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ കഴിഞ്ഞ് 6:30 മുമ്പ്, ഉപാസനയ്ക്ക് മുമ്പ്. അപ്പോൾ ആ സമയത്ത് സാധാരണ ഞാനൊന്ന് മൊബൈൽ നോക്കും, ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ടെന്ന്. ആരുടെ മെസ്സേജൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് പേരും നാളും അറിയാൻ പറ്റും. മെസ്സേജ് നോക്കുകയല്ല, ഉപാസനയിൽ അവരുടെ കാര്യമൊക്കെ ഓർക്കും. അപ്പോൾ വിളിച്ചത് ശ്രീ സദാശിവൻ സാറാണ്. ഞാൻ പറഞ്ഞേ കേരള ബാങ്ക് റിട്ടയർഡ്. അദ്ദേഹം കുറച്ചു നേരം സംസാരിച്ചു. അപ്പോൾ എനിക്ക് എന്താണോ പറയേണ്ടത് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻസാണ് ആ സമയത്ത് വരുന്ന മെസ്സേജസും ഇതുമെല്ലാം അതിൻ്റെ ഇതാണ്. അപ്പോൾ ചേച്ചീനെ ഓൺലൈൻ വിളിച്ച് ഇത് ചെയ്ത് ബ്ലസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ പലയിടത്ത് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ദക്ഷിണ വേണം എന്ന് ഒരു പിടിവാശിക്കാരനല്ല. പിന്നെ ആരുടെയെങ്കിലും ജാതകം ഗണിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഗുരു പറഞ്ഞതുകൊണ്ട് ദക്ഷിണ വാങ്ങിക്കുന്നു. ബ്ലസ് ചെയ്യുമ്പോഴത്തേക്കും എനർജി ട്രാൻസ്ഫർ ആയതുകൊണ്ട് അത് ദക്ഷിണ വാങ്ങിക്കുന്നു. യഥാശക്തി ദക്ഷിണ വാങ്ങിക്കുന്നു. ഫീസ് പറയാറില്ല. ഇന്നലെ തന്നെയാണെങ്കിലും
ഒരിടത്ത് പോയപ്പോൾ ഒരു 3 മണി കഴിഞ്ഞ് അവിടുത്തെ എനർജി ചെക്ക് ചെയ്യാൻ പോയപ്പോൾ തന്നെയാണെങ്കിലും അവിടുത്തെ ഇത് കഴിഞ്ഞ്, പക്ഷേ അത് കഴിഞ്ഞ് ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും ദക്ഷിണ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തരാൻ പോയി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ദക്ഷിണ വാങ്ങിക്കാനായിട്ട് ഇത് ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞ്. കാര്യം അവിടെ വേറെ ഒന്നും തേങ്ങ വെച്ച ഒന്നും ഞാൻ നോക്കിയില്ല. അവിടെ ചെന്നപ്പോൾ തേങ്ങയില്ല, ഞാൻ കൊണ്ടുപോയുമില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും എന്നെ കണ്ട് ദക്ഷിണ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ദക്ഷിണ വാങ്ങിക്കില്ല, ബ്ലെസ്സിങ് തന്നിട്ടേ ദക്ഷിണ വാങ്ങിക്കാറുള്ളൂ. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. എനിക്ക് എൻ്റെതായ ശീലങ്ങളുണ്ട്. സൗജന്യമായിട്ടൊന്നും പറ്റുന്നത് ഇഷ്ടമല്ല. ചിലപ്പോൾ എൻ്റെ കാശ് മുടക്കിയാകാം ഞാൻ ആ സ്ഥലത്ത് ഓട്ടോയിലോ കാറിലോ പോകുന്നത്. അത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. എനിക്ക് കിട്ടുന്ന ചില ഇൻറ്റ്യൂഷൻസിൻ്റെ അനുസരിച്ച് ഞാൻ നടന്നു പോകേണ്ടതുണ്ട്, ഞാൻ അവിടെ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ചെല്ലുന്നത്. അത് ഓരോ വ്യക്തികളും നിയോഗങ്ങളാണ്. എനിക്ക് കിട്ടുന്ന ഓരോ വർക്കും നിയോഗമാണ്. അപ്പോൾ ഇന്നലെ ആണെങ്കിലും ചില സമയത്ത് എൻ്റെ മുഖം ഉറക്കം തൂങ്ങുന്ന പോലെ ഇരിക്കും. എനിക്ക് ഉറക്കം വന്നോ എന്നുള്ളത് തോന്നിക്കൊണ്ടിരിക്കും. എന്നോട് നേരിട്ട് വന്ന സംസാരിക്കുമ്പോഴും ഞാൻ പെട്ടെന്ന് ബ്ലാങ്കായി പോകും. അതാണ് സത്യം. അല്ലാണ്ട് ഈ ഉറക്കം തൂങ്ങുന്നതല്ല. ഞാൻ ബോധാവസ്ഥയിലാണ് പലപ്പോഴും സംസാരിക്കാറ്. അല്ലെങ്കിൽ അതുപോലൊരു ഇതാണെങ്കിൽ ഞാൻ പൂർണ്ണ ബോധാവസ്ഥയിലായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു മെഡിറ്റേഷൻ മൂഡിലായിരിക്കും പലപ്പോഴും സംവദിക്കാറുള്ളത്. അപ്പോൾ പലരും പല ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു 14 സബ്ജക്റ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ സ്വപ്ന ദർശനത്തെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവങ്ങളാണ് പലതും പറയണത്. ഈ അനുഭവങ്ങൾ പറയുമ്പോൾ പലതും ഹിതകരമായതും കേട്ടാൽ അഹിതമാകുന്നതുമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ കഴിയാവുന്നതും എല്ലാവർക്കും ഹിതകരമാകുന്ന രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കാം. കുറേയധികം പറയാനുണ്ട്. പക്ഷേ ഇന്ന് ആ ചേച്ചിയെ ബ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം ഓൺലൈനായിരുന്നു. ചേച്ചിയോട് ഞാനിരിക്കുന്ന ഭാഗത്തേക്ക് ആ ദിശയിലേക്ക് നോക്കിയിരിക്കാൻ പറഞ്ഞു. ഞാൻ ചേച്ചി ഇരിക്കുന്ന ദിശയിലേക്ക് നോക്കിയിരുന്നിട്ടാണ് ബ്ലസ് ചെയ്തത്. അപ്പോൾ ചേച്ചി ആ സമയത്ത് തന്നെ എന്തൊക്കെയാണ് കാണുന്നതെന്നുള്ളത് എന്നോട് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഉപാസനകളിൽ ഗുരു പറഞ്ഞു തന്ന ഇത് വെച്ചാണ് ബ്ലസ് ചെയ്യണത്. പിന്നെ തേടൈ പഠിച്ചപ്പോൾ അതിൻ്റെതായ ഒരു മാധ്യമം കൂടി, ആ തേടൈ എന്നുള്ള ആ ഒരു ഉപയോഗത്തിൽ അതുകൂടി പഠിച്ചു കേട്ടോ. അതേ ഉള്ളൂ എൻ്റെ അറിവുകൾ. ഞാനത് സാധാരണ മനുഷ്യനാണ്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. എന്നിൽ അത്ഭുത സിദ്ധികളുണ്ടെന്ന് ദയവ് ചെയ്താലും വിചാരിക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനകൾ ക്ഷേത്ര ദർശനത്തിൻ്റെ, ഞങ്ങളുടെ കുടുംബ നാഗദേവതയുടെ അവിടെ ചെയ്യുന്ന പൂജയുടെ എല്ലാ പുണ്യവും എല്ലാവർക്കും പങ്കുവെച്ച് നൽകിക്കൊണ്ട് എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാവർക്കും, നമ്മുടെ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭിഷ്ടവും നടക്കുവാനും, അതുപോലെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം, സമൃദ്ധി ഉണ്ടാകുവാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും ഉന്നത മാർക്കോടെ വിജയം നേടി അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്യുവാനും, അതോടൊപ്പം ഓരോരുത്തർ കുലത്തിൻ്റെയും സംസ്കാരമനുസരിച്ചുള്ള ജീവിത പങ്കാളി അവർക്ക് ലഭിക്കുവാനും, പിന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഓരോരുത്തരും അവരുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ, അത് വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, വ്യാപാര സ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ, യാത്രകളിലാകട്ടെ, കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ, കുട്ടികൾ പഠനാവശ്യത്തിന് ചെയ്യുന്ന യാത്രകളാകട്ടെ, കുട്ടികൾ പഠനാവശ്യത്തിന് വേണ്ടി താമസിക്കുന്ന സ്ഥലങ്ങളാകട്ടെ, അവിടെയൊക്കെ അവർക്ക് സുരക്ഷിതത്വം കിട്ടുവാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ്സിലും ജോലിയിലും യഥാസമയം നല്ല വരുമാന വർധനവുണ്ടാകാനും, അതുപോലെ എല്ലാവരുടെയും കുടുംബദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, വിശിഷ്യ പിതൃക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര ദൈവികമായ പോസിറ്റീവായ കാര്യങ്ങളുണ്ടാകുവാനും, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുവാനും, അതിൻ്റെ 100 ഇരട്ടി പ്രതിഫലം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുവാനും എൻ്റെ ഉപാസനാമൂർത്തികളെ, ഗുരുപരമ്പരകളെയൊക്കെ പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ. കുട്ടികളുടെ പരീക്ഷാക്കാലാവുന്നു, അവർക്കെല്ലാം നല്ല രീതിയിൽ എഴുതി നല്ല മാർക്കോടെ അവർ വിജയിക്കട്ടെ. അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് അവരുടെ ജീവിതത്തിന് ഉചിതമായ രീതിയിലുള്ള വിദ്യാഭ്യാസവും അതോടനുബന്ധിച്ചുള്ള ജോലിയും അവർക്ക് കിട്ടട്ടെ എന്ന് സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.